മനസ്സിലെ ശോകങ്ങളെല്ലാം സന്തോഷമായി മാറ്റി യേശുനാഥൻ. നീറുമി മനസ്സിലെ ശോകങ്ങളെല്ലാം സന്തോഷമായി മാറ്റി യേശുനാഥൻ. യേശുവിൻ നാമത്തിൽ പാടിടാം ഞാനും സ്നേഹത്തിൻ ഗാനം കേൾക്കാനായി വന്നിടുമോ സ്നേഹിതായി. യേശുവിൻ സ്നേഹം പാടാം ഞാൻ, യേശുവിൻ സ്നേഹം പാടാം ഞാൻ, യേശുവിൻ സ്നേഹം പാടാം ഞാൻ, യേശുവിൻ സ്നേഹം പാടാം ഞാൻ. രാജാതിരാജാവേ കർത്താതി കർത്താവേ ഉന്നതനാം ദേവനെ വാഴ്ത്തുന്നു മോദം. രാജാതിരാജാവേ കർത്താതി കർത്താവേ ഉന്നതനാം ദേവനെ വാഴ്ത്തുന്നു മോദം. നരകാഗ്നിയിൽ ഞാൻ വെന്തറിയാതെ സ്വർഗീയ പറുദീസ നൽകിയല്ലോ. നരകാഗ്നിയിൽ ഞാൻ വെന്തറിയാതെ സ്വർഗീയ പറുദീസ നൽകിയല്ലോ. യേശുവിൻ നാമത്തിൽ അത്ഭുതനാമം ആദികളിൽ തണിയുന്നൊരു നാമം. യേശുവിൻ നാമത്തിൽ അത്ഭുതനാമം ആദികളിൽ തണിയുന്നൊരു നാമം. പാടിടാം ഞാനും സ്നേഹത്തിൻ ഗാനം കേൾക്കാനായി വന്നിടുമോ സ്നേഹിതായി. യേശുവിൻ സ്നേഹം പാടാം ഞാൻ, 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 യേശുവിൻ സ്നേഹം പാടാം ഞാൻ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ഭാരത്താൽ അലയുന്നോരേ ആശ്വാസമില്ല
അലയുന്നോരേ അധ്വാന ഭാരത്ത അലയുന്നോരേ ആശ്വാസമില്ല അലയുന്നോരേ ആണിപ്പാഴുതുള്ളോ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു ആണിപ്പാഴുതുള്ളോ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു അധ്വാന ഭാരത്ത അലയുന്നോരേ ആശ്വാസമില്ല അലയുന്നോരേ അധ്വാന ഭാരത്ത അലയുന്നോരേ ആശ്വാസമില്ല അലയുന്നോരേ ആണിപ്പാടുള്ളോ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു ആണിപ്പാടുള്ളോ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു ചില ആത്മീയ ഗാനങ്ങളാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് ഈ പ്രദേശത്ത് സുപരിചിതനായ കർത്തദാസൻ മനോജ് അല്പസമയം ഒരു ലഘു സന്ദേശം നമ്മളോട് അറിയിക്കും. ക്ഷണിക്കുന്നു. ആ സന്ദേശത്തിനായി നമുക്ക് കാതോർക്കാം. ഈ ശബ്ദപരിധിക്കകത്ത് ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദേശത്തിലെ മാന്യരായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശ യാത്രയാണ് ഈ പാണ്ടിക്കാവിൻ്റെ പ്രദേശത്ത് ഇപ്രകാരം ഞങ്ങൾ കൂടി വരുവാനിടയായി തീർന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ കൂടി വന്നിട്ട് ഏതെങ്കിലും ഒരു സഭാവിവാഹത്തിൻ്റെയോ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ പേരിലല്ല ഞങ്ങളിവിടെ കൂടി വരുവാനിടയായി തീർന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദൈവം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വിടുതലിൻ്റെയും സാക്ഷ്യവുമായിട്ടാണ് ഈ ദേശത്ത് ഇപ്രകാരം ഞങ്ങൾ കടന്നു വരുവാനിടയായി തീർന്നിരിക്കുന്നത്. ആകയാൽ ഈ ശബ്ദപരിധിക്കകത്ത് ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ചില സന്ദേശവുമായി അടുത്തു വരുവാൻ ആഗ്രഹിക്കുകയാണ്. അത് മനുഷ്യന് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഈ കാലഘട്ടങ്ങളിൽ ഓരോ ദിനപത്രങ്ങളും നാം വായിക്കുമ്പോൾ ഓരോ ദിനങ്ങളിലും നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വരുന്ന ദിനപത്രങ്ങളിൽ കാണുന്ന വാർത്തകൾ മനുഷ്യൻ്റെ ഹൃദയത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമായ ചില വാർത്തകൾ നാം കാണുവാനിടയായി തീരുകയാണ്. നമ്മുടെ ഈ കേരളം കൊച്ച് ദൈവത്തിൻ്റെ സ്വന്തമെന്ന് പറയുന്ന ഈ മനോഹരമായ കേരളത്തിൽ ഓരോ പ്രഭാതത്തിലും കടന്നു വരുന്ന ദിനപത്രങ്ങൾ നാം വായിക്കുമ്പോൾ അത് നമ്മളെ വളരെ പ്രയാസപ്പെടുത്തുന്ന വേദനാജനകമായ വാർത്തകളാണ് നാം കാണുവാനിടയായി തീരുന്നത്. ഒരു ദിവസം പോലും കൊലപാതകങ്ങളില്ലാത്ത ദിനങ്ങളില്ല, പീഡനങ്ങളില്ലാത്ത ദിനങ്ങളില്ല. അതേ അക്രമങ്ങളും
ക്രൂരകൃത്യങ്ങളും ഇല്ലാത്ത ദിനങ്ങളില്ല. എന്നാൽ ഇവിടെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് സുവിശേഷ സന്ദേശമാണ്. ഈ സുവിശേഷ സന്ദേശം നിങ്ങളോട് അറിയിപ്പാൻ ഇടയായിത്തീരുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്രകാരം തെരുവുകളിലും നാൽക്കവലകളിലും നിന്ന് ഉപദേശിമാർ പ്രസംഗിക്കുമ്പോൾ അവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്ത് കടന്നുപോയ ഒരു പഴയകാല ചരിത്രം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അതിനപ്പുറം ആ സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ അത് പാപത്തിൻ്റെ അടിത്തട്ടിൽ ആർക്കും വിടുവിപ്പാൻ കഴിയാതെ മാനസിക സംഘർഷത്താൽ മനോവേദനയാൽ ഞങ്ങൾ തകരപ്പെട്ടവരായി ആരാലും വിടുതൽ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് ഭാരപ്പെട്ടിരുന്ന നിമിഷങ്ങളിൽ ഈ സുവിശേഷത്തിന്റെ സന്ദേശമാണ് പ്രിയരെ ഞങ്ങളുടെ അകത്ത് കടന്നു വന്ന് ഞങ്ങളെ ഈ സുവിശേഷത്തിന്റെ സത്യവുമായി ഞങ്ങളുടെ മറ്റ് ഞങ്ങളുടെ പ്രശ്നങ്ങളും മറ്റ് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും മാറ്റിവെച്ചിട്ട് ഈ വൈകിയ വേളയിൽ ഇപ്രകാരം കൂടി വന്ന് ഞങ്ങൾ അറിഞ്ഞ ഈ സന്തോഷം, ഈ സത്വർത്തമാനം നിങ്ങളെ അറിയിപ്പാനിടയായി തീരുന്നത്. അതേ പ്രിയരെ, ഞാൻ അനുഭവിച്ച ആ സുവിശേഷം നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുവാനാണ് ഈ നിമിഷം അല്പസമയം ഞങ്ങൾ വേർതിരിപ്പാനിടയായി തീരുന്നത്. സുവിശേഷമെന്നോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു ഞങ്ങൾ അറിയിക്കുന്ന സുവിശേഷം. എന്താണ് സുവിശേഷം? ആ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, യേശുവിന്റെ ജനനമാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? യേശുവിന്റെ ജീവിതമാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? യേശുവിന്റെ മരണമാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? യേശുവിന്റെ മരണ പുനരുത്ഥാനമാണ് സുവിശേഷം. അതേ പ്രിയരെ, യേശുവിന്റെ ജനനമാണ് സുവിശേഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കാം, യേശുവിന്റെ ജനനം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നേട്ടമുള്ളത്? യേശുവിന്റെ ജനനം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നേട്ടമുള്ളത്? ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഞങ്ങൾക്ക് ഗുണം വരുന്നത്? ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ എന്താണ് ഞങ്ങൾക്ക് മാറ്റം വരുവാനിടയായി തീരുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിപ്പാനിടയായി തീരാം. യേശുവിന്റെ ജീവിതം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മാറ്റം വരുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിപ്പാനിടയായി തീരാം. യേശുവിന്റെ മരണം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മാറ്റം വരുന്നത്, എന്ത് രൂപാന്തരം വരുവാനിടയായി തീരുമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിപ്പാനിടയായി തീരാം. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യേശു ജനിക്കുന്നതിന് ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന്റെ ജനനത്തെ കുറിച്ച് പ്രവാചകന്മാർ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. യേശു ജനിക്കുന്നതിന് ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ ഇപ്രകാരമാണ് പറയുന്നത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന്. മറ്റൊരു പ്രവാചകൻ ഇപ്രകാരം പറയുവാനിടയായി തീരുകയാണ്, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അതെ, പിന്നെയും ദൈവം യേശു ജനിച്ചതിന് ശേഷം ദൂതന്മാർക്ക് ദൈവശബ്ദമുണ്ടായത് എങ്ങനെയാണ്? ആട്ടിടയന്മാർക്ക് ദൈവശബ്ദമുണ്ടായത് എങ്ങനെയാണ്? സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ക്രിസ്തു എന്ന രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം യേശുവിന്റെ ജനനമാണ് സുവിശേഷം. ഈ സുവിശേഷം യേശു ജനിച്ച ആ ദേശത്തെ ഏതെങ്കിലും ഒരു സമൂഹത്തിനോ ഒരു കൂട്ടം ജനത്തിനോ ഏതെങ്കിലും ഒരു ആളുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് യഹൂദന്മാർക്കോ അല്ല രക്ഷ. അവിടെ പറയുന്നത് എങ്ങനെയാണ്? സർവ്വജനത്തിനുമാണ്, ഭൂലോകത്തുള്ള സകല ജനത്തിനുമുള്ള രക്ഷയാണ് യേശുവിന്റെ ജനനം. അതുകൊണ്ടാണ് പ്രിയരെ സുവിശേഷം യേശുവിന്റെ ജനനമാണ് സുവിശേഷം എന്ന് പറയുവാനിടയായി തീർന്നിരിക്കുന്നത്. അതെ, ഈ ദിനങ്ങളിൽ ഈ സുവിശേഷമാണ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത്. ഈ സുവിശേഷമാണ് ഞങ്ങളെ മാറ്റം വരുത്തുവാനിടയായി തീർന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഒരു ജീവിതം നയിച്ച പഴയ കാലഘട്ടങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ അപ്പുറം അതിൽ നിന്ന് വിടുതൽ മോചനം നൽകിയത് ഈ സുവിശേഷമാണ്. അതേ പ്രിയരെ, രണ്ടാമതായി പറയുന്നു, യേശുവിന്റെ ജീവിതമാണ് സുവിശേഷമെന്ന്. എന്താണ് യേശുവിന്റെ ജീവിതം കൊണ്ട് പ്രത്യേകത? യേശുവിന്റെ ജീവിതം കൊണ്ട് എന്താണ് പ്രത്യേകത? യേശുവിന്റെ ജീവിതം അത് ഏതെങ്കിലും ഒരു സമൂഹത്തെ കൂട്ടിവരുത്തി എന്തെങ്കിലും ചെയ്യുകയല്ല ചെയ്യുന്നത്. ഏതെങ്കിലും കുറച്ച് ശിഷ്യന്മാരെ കൂട്ടി എന്തെങ്കിലും ചെയ്യുകയല്ല താൻ ചെയ്തത്. യേശുവിന്റെ ജീവിതം അനേകർക്ക് അത് മാതൃകയായി ആശ്വാസമായി തീരുവാനിടയായി തീരുകയാണ് ചെയ്തത്. യേശുവിന്റെ ജീവിതം അനേകരുടെ ജീവിതത്തിൽ വിടുതലിന് കാരണമായി തീരുകയാണ് ചെയ്തത്. യേശു ജീവിച്ചിരുന്ന കാലയളവിൽ ആ സുവിശേഷങ്ങളിൽ വായിക്കുന്ന ഒരു സംഭവ ചരിത്രം ഞാൻ നിങ്ങളോട് പറയാം. ഒരു ഭ്രാന്തനായ സുബോധം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്.
ഇദ്ദേഹം ഒരു ഭ്രാന്തനായ മനുഷ്യനായിരുന്നു, ഒരു ചെറുപ്പക്കാരനായിരുന്നു ഇദ്ദേഹം സുബോധം നഷ്ടപ്പെട്ടവനായി, ദേശത്തിന് വേണ്ടാത്തവനായി, സമൂഹത്തിന്, ബന്ധുമിത്രാദികൾക്ക്, ചാർച്ചക്കാർക്ക്, സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് വേണ്ടാത്തവനായി, സ്വന്തം അവൻ ഇഷ്ടത്തിന് പ്രാകൃതനായി അവൻ നടക്കുന്ന കാലഘട്ടങ്ങളിൽ സകല മനുഷ്യനാലും വെറുത്ത്, സകല മനുഷ്യനാലും ഭയപ്പെടുന്ന ആ രീതിയിൽ ഈ മനുഷ്യനെ എല്ലാവരും ഒറ്റപ്പെടുത്തി കൈകാലുകൾ ചങ്ങലയാൽ ബന്ധിച്ച് ആ സഹോദരന്മാരുടെ അറിവോടും അധികാരികളുടെ അറിവോടും കൂടി മാതാപിതാക്കളുടെ അറിവോടും കൂടി ഈ ചെറുപ്പക്കാരനെ ഗദര എന്നൊരു ദേശത്തേക്ക് കൊണ്ടുപോയി ഇടുന്ന ഒരു സംഭവ ചരിത്രം സുവിശേഷങ്ങളിൽ വായിപ്പാൻ കഴിയുന്നുണ്ട്. അതെ, സകല മനുഷ്യനാലും വെറുക്കപ്പെട്ട, സകല മനുഷ്യനാലും തള്ളപ്പെട്ട, ആ മാതാപിതാക്കൾക്ക് വേണ്ടാത്ത, ദേശത്തിന് വേണ്ടാത്ത, സഹോദരങ്ങൾക്ക് വേണ്ടാത്ത ഈ ചെറുപ്പക്കാരനെ ഗദര ദേശത്ത് കൊണ്ടുപോയി അവന്റെ കൈയും കാലും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി, ആർക്കും വേണ്ടാത്തവനായി, പ്രാകൃതനായി ആ കല്ലറയിൽ അവൻ പാർക്കുമ്പോൾ അവൻ ആ കല്ലറയിൽ കൂടി മരണം പ്രതീക്ഷിച്ച് ഇങ്ങനെ അലമുറയിട്ട് കൈകാലുകൾ തന്നെത്താൻ മുറിച്ചിങ്ങനെ പ്രാകൃതനായി ഓടി നടക്കുമ്പോൾ അത് ഈ ചെറുപ്പക്കാരനെ അറിയാതെ ഈ ചെറുപ്പക്കാരനെ സ്നേഹിച്ച ഒരു യേശുവുണ്ട്. ആ യേശുവിന്റെ സന്ദേശമാണ് സുവിശേഷം. ഈ സുവിശേഷം ആ സഹോദരനെ, ആ ചെറുപ്പക്കാരനെ തേടിയെത്തുവാനിടയായി തീർന്നു. ആ ചെറുപ്പക്കാരന്റെ അടുക്കലേക്ക് ഈ സുവിശേഷം ചെല്ലുക. ഒരു സുപ്രഭാതത്തിൽ യേശു ഈ ഗദരദേശത്തേക്ക് കടന്നു ചെന്ന് ഈ ചെറുപ്പക്കാരനെ സ്നേഹിപ്പാനിടയായി തീർന്നു. ഈ ചെറുപ്പക്കാരൻ സഹോദരന് വേണ്ടാത്തവനായിരുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടാത്തവനായിരുന്നു, സമൂഹത്തിന് വേണ്ടാത്തവനായിരുന്നു, ഇതര സംഘടനകൾക്ക് വേണ്ടാത്തവനായിരുന്നു. എന്നാൽ യേശുവിന്റെ സ്നേഹം ഈ ഭ്രാന്തനായ ചെറുപ്പക്കാരനെ തേടിയെത്തുവാനിടയായി തീർന്നു. എന്റെ ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയരെ, നിങ്ങൾ ഒരുപക്ഷെ രോഗികളാവാം, നിങ്ങൾ ഒരുപക്ഷെ ക്ഷീണിതരാവാം, നിങ്ങൾ പാപികളാവാം, നിങ്ങൾ ആർക്കും വേണ്ടാത്തവരാകാം, സകല മനുഷ്യനാലും വെറുക്കപ്പെട്ടവരാകാം. അങ്ങനെ നിങ്ങൾ ആർക്കും വേണ്ടാത്തവനായി, സകല മനുഷ്യനാലും വെറുക്കപ്പെട്ടവനായി, സകലരാലും ഉപേക്ഷിക്കപ്പെട്ടവനായി, ആത്മഹത്യക്ക് വേണ്ടി വട്ടം കൂട്ടി അങ്ങനെയായിരിക്കുന്ന ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ആയിരിക്കാം എന്റെ ഈ ശബ്ദപരിധിയിൽ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ശബ്ദം നിങ്ങളെ ഇന്ന് രൂപാന്തരപ്പെടുത്തുവാനിടയായി തീരും. ഈ സന്ദേശം നിങ്ങളെ ആശ്വാസത്തിന് കാരണമാക്കി തീരുവാനിടയായി തീരും. ഈ സന്ദേശം നിങ്ങൾക്ക് വിടുതലിന് കാരണമായി തീരുവാനിടയായി തീരും. ഈ യേശു നിങ്ങളെ സ്നേഹിക്കുകയാണ്. ഈ യേശു നിങ്ങളെ വിടുവിപ്പാൻ ശക്തനാണ്. ഈ യേശു നിങ്ങളെ ആഴമായി സ്നേഹിക്കുകയാണ്. അത് യേശുവിന്റെ ജീവിതമാണ് സുവിശേഷം. പ്രിയരെ, യേശുവിന്റെ ജീവിതത്തിൽ, യേശു ജീവിച്ചിരുന്ന കാലയളവിൽ ഈ ചെറുപ്പക്കാരനെ തേടി ആ ഗദരദേശത്തേക്ക് ചെല്ലുന്ന ആ മനോഹരമായ സംഭവ ചരിത്രം അവിടെ കാണുകയാണ്. യേശു അവനെ സ്നേഹിച്ചു, പക്ഷെ യേശുവിനെ ഈ ചെറുപ്പക്കാരൻ സ്നേഹിച്ചില്ല. യേശു അവനെ കണ്ടിരുന്നു, പക്ഷേ ഈ ചെറുപ്പക്കാരൻ യേശുവിനെ കണ്ടിരുന്നില്ല. എന്നാൽ യേശു, എന്റെ ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ആഴമായി സ്നേഹിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ രോഗികളാവാം, ഒരുപക്ഷെ നിങ്ങൾ വെറുക്കപ്പെട്ടവരാകാം, നിങ്ങൾ തകർക്കപ്പെട്ടവരാകാം, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരാകാം. എന്നാൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ യേശുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായാൽ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുവാനിടയായി തീരും. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ. അതേ പ്രിയരെ, യേശുവിന്റെ ജീവിതമാണ് സുവിശേഷം. യേശുവിന്റെ മരണമാണ് സുവിശേഷം. പ്രിയരെ, എന്താണ് യേശുവിന്റെ മരണം കൊണ്ട് പ്രത്യേകത? യേശുവിന്റെ മരണം സുവിശേഷം എന്ന് പറയുവാൻ കയ്യഫാവിന്റെയും കന്നാവിന്റെയും പീലാത്തോസ് ഹെരോദാവിന്റെയും അതേപോലെ സന്നദ്ധി സംഘത്തിന്റെയും കോടതികളിൽ 7 വട്ടമായി തന്നെ വിസ്തരിച്ചിട്ടും ആ കോടതികളെല്ലാം ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയുകയാണ്, ഇവനിൽ യാതൊരു കുറ്റവുമില്ല എന്ന്. അതെ, യേശുവിന്റെ മരണം സുവിശേഷമാകുന്നു. യേശുവിന്റെ മരണമാണ് സുവിശേഷം. യേശുവിന്റെ പുനരുത്ഥാനമാണ് സുവിശേഷം. അത് ഈ സുവിശേഷത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നാളിതുവരെയും നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ വേദനകളിൽ നിന്ന്, നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനായ ദൈവം നിങ്ങളുടെ ഈ ശബ്ദപരിധിയിൽ നിങ്ങളുടെ അടുക്കലെത്തുമ്പോൾ നിങ്ങൾ യാതൊരു വിധമാകുന്ന പൈസ മുടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് തന്നെ ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ തയ്യാറായാൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന്, നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൽ നിന്ന്, നിങ്ങൾ അനുഭവിക്കുന്ന മനോവേദനയിൽ നിന്ന്
നിങ്ങൾ അനുഭവിക്കുന്ന മരണഭീതിയിൽ നിന്ന്, നിങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് വിടിവിപ്പാൻ യേശു ശക്തനെന്ന് ശബ്ദം ഉയർത്തി ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായി തീരുകയാണ്. കാരണം കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ ഈ സുവിശേഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സുവിശേഷം ഞങ്ങളെ മാറ്റിമറിക്കുവാനായി തീർന്നിട്ടുണ്ട്. ഈ സുവിശേഷമാണ് ഇപ്രകാരം ഈ തെരുവിൽ അവൻ യേശുവിനെ ഉയർത്തുവാനിടയായി തീരുന്നതിന്റെ കാരണം ഞങ്ങളെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ്. അതെ, ഈ ചെറുപ്പക്കാരനെ യേശു സ്നേഹിച്ചു. യേശു അവന്റെ അടുക്കൽ കടന്നു ചെന്ന് സകല മനുഷ്യനാലും തള്ളപ്പെട്ട ഇവനെ യേശു സ്നേഹിക്കുകയും തന്റെ മകനാക്കി തീർക്കുവാനിടയായി തീരുകയും ചെയ്തു. അപ്രകാരം തന്നെ ഈ ശബ്ദപരിധിയിൽ ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ യേശുവേ, ഞാനൊരു പാപിയാണ്, ഞാനൊരു രോഗിയാണ്, നിനക്കെന്നെ സൗഖ്യമാക്കാൻ കഴിയും, നിനക്കെന്നെ വിടിവിപ്പാൻ കഴിയും. അവൻ ആർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുമോ നിശ്ചയമായും അവരെ വിടിവിപ്പാൻ ദൈവം ശക്തനാണ്. ഈ യേശു നിങ്ങളുടെ അടുക്കൽ കടന്നു വന്ന് നിങ്ങളെ സൗഖ്യമാക്കുവാനിടയായി തീരും. ആകയാൽ ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ സ്വീകരിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ അവൻ തയ്യാറാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഈ സമയം പ്രാർത്ഥിപ്പാനിടയായി തീരട്ടെ. ഇത്രയും വാക്കുകൾ പറഞ്ഞ് എൻ്റെ പ്രസംഗത്തെ ഞാൻ ഇവിടെ ചുരുക്കുവാനിടയായി തീരുകയാണ്. ദൈവം നമ്മെ ഏവരെയും സഹായിപ്പാനിടയായി തീരട്ടെ. കരുതും അവൻ നല്ല ഓഹരി നിനക്കാ, കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ അയിലത്തുള്ള യേശു കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ അയിലത്തുള്ള യേശു കണ്ണുനീരവൻ തുടയ്ക്കും. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. അടിത്തീണരാൽ അവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ അയിലത്തുണ യേശു കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ അയിലത്തുണ യേശു കണ്ണുനീരവൻ തുടയ്ക്കും.
നടത്തും വഴിയൊരുക്കും അവനാഴികളിൽ വലങ്ങൈ പിടിച്ചെന്നെ വഴി നടത്തും വാതിലുകൾ പലതും അടഞ്ഞിടിലും വൈലവൻ പുതുവഴി തുറന്നിടുമേ വാതിലുകൾ പലതും അടഞ്ഞിടിലും വൈലവൻ പുതുവഴി തുറന്നിടുമേ നിനക്കാ കരുതും അവ നല്ല പോഹരി നിനക്കാ കരുതും അവ നല്ല പോഹരി കഷ്ടങ്ങളിൽ അല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും കഷ്ടങ്ങളിൽ അല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. ഞങ്ങളെ അടുത്ത പകലയുമായി ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ധന്യനായ യേശു മിശിഹായുടെ നിസ്തുല്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ വന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ഈ ദേശത്ത് നിങ്ങളെ ഇപ്രകാരം അഭിസംബോധന ചെയ്യുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ നിമിഷം ഞങ്ങൾ വിലയേറിയതായി കരുതുന്നു. ഒരുപക്ഷെങ്കിൽ പൊതുവിൽ ഞായറാഴ്ച ദിവസം സാധാരണ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജോലിക്കാർക്കും ഏത് നിലയിലുള്ള മനുഷ്യർക്കും ഈ ഉച്ചകഴിഞ്ഞുള്ള സമയം തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിപ്പാൻ മറ്റേതൊരു നിമിഷത്തേക്കാൾ അല്പം റെസ്റ്റ് ചെയ്യുവാൻ റിലാക്സ് ചെയ്യുവാൻ കുടുംബത്തോടൊപ്പം ലഭിക്കുന്ന ഏറ്റവും വിലയേറിയ നിമിഷമാണ്. എന്നാൽ ഈ ചൂടിൻ്റെ ആധിക്യമൊക്കെ ഉള്ള ഈ സമയത്തും എന്തുകൊണ്ട് ഇത്രയും പ്രിയപ്പെട്ടവര് പല പ്രായപരിധിയിലുള്ളവർ, ചെറുപ്പക്കാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, മധ്യവയസ്കരുണ്ട്, പ്രായത്തിൻ്റെ പല നിലകളിലുള്ള പ്രിയപ്പെട്ടവർ ഈ തെരുവുകളിലൊക്കെ ഇങ്ങനെ നിന്നുകൊണ്ട് മഴയെന്നോ വെയിലെന്നോ മറ്റ് വിധമായ പ്രശ്നങ്ങളൊന്നും വലുതായി കാണാതെ എന്തുകൊണ്ടിങ്ങനെ സമയം വേർതിരിക്കുന്നു? ഒരുപക്ഷെങ്കിൽ ആരെങ്കിലും ചിന്തിക്കാം, ആരുടെയെങ്കിലും മനസ്സിൽ പോകാവുന്ന ചിന്തയാകാം. എൻ്റെ പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളെ ഈ അഭിസംബോധന ചെയ്യുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ അടുത്ത് നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച പല പ്രിയപ്പെട്ടവർ ഓർപ്പിച്ചതുപോലെ ഇവിടെ സമീപ സ്ഥലത്ത് എനിക്ക് മുൻപ് സംസാരിച്ച കർത്തൃദാസൻ പാസ്റ്റർ മനോജ് ഇവിടെ സമീപം പാർത്ത് നിങ്ങളുടെ മധ്യേ ആയിരുന്ന കർത്താവിൻ്റെ വേല ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോട് ബന്ധപ്പെട്ടുള്ള നെല്ലിക്കുന്ന ചർച്ച കൂട്ടായ്മയിൽ നിന്നാണ് ഞങ്ങളിവിടെ കടന്നു വരുവാൻ ഇടയായത്. ഞങ്ങളുടെ വത്സല്യ സ്നേഹിതനാണ് പാസ്റ്റർ മനോജ്. അദ്ദേഹത്തോടുള്ള സ്നേഹവും ഈ ദേശത്തോടുള്ള സ്നേഹവും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ നിങ്ങളോട് വിളംബരം ചെയ്യുവാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് സമൂഹം ഫേസ് ചെയ്യുന്ന, സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം ഭീതിദായകമായ അതിസങ്കീർണമായ ഒരു പ്രശ്നത്തിലേക്കാണ് ഞങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഈ കഴിഞ്ഞ വാരങ്ങളിൽ ഇപ്പോഴും സജീവ ചർച്ചയായി വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, കോട്ടയം ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിൽ നടന്ന അതിദാരുണമായൊരു സംഭവം. സീനിയർ സ്റ്റുഡൻസ് ആയിരിക്കുന്ന ആളുകൾക്ക്
ജൂനിയേഴ്സ് ആഴ്ചപ്പടിയായി മയക്കുമരുന്ന് ഉപയോഗിപ്പാൻ, ലഹരി ഉപയോഗത്തിന് വേണ്ടി അവർ പൈസ കണ്ടെത്തുന്നത് അവരുടെ അനുജന്മാരിൽ നിന്നാണ്, അഥവാ ജൂനിയേഴ്സിൽ നിന്നാണ്. ആഴ്ചതോറും അവരുടെ ആവശ്യങ്ങൾക്ക് ലഹരി ഉപയോഗിക്കാനായി ജൂനിയേഴ്സിൽ നിന്ന് പണം കണ്ടെത്തിയെന്ന് മാത്രമല്ല, പണം കൊടുക്കുക മാത്രമല്ല, അതിദാരുണമായ റാഗിങ്ങിൻ്റെ അതിഭീകരമായ വാർത്ത പുറം ലോകം അറിയുവാൻ കാരണമായ ഒരു സംഭവം ഒടുവിലായി നമ്മുടെ ശ്രദ്ധയിൽ വന്നത് ജൂനിയറായ ഒരു സ്റ്റുഡൻറ്റിനെ വിവസ്ത്രനാക്കി കൈകൾ കട്ടിലിനോട് ചേർത്ത് ബന്ധിച്ച് ഉറപ്പിച്ച അനന്തരം സീനിയേഴ്സ് ആയിരിക്കുന്ന ചേട്ടന്മാര് കോമ്പസ്, ബ്ലേഡുകൾ, അതിയായ മൂർച്ചയുള്ള ഈ ഉപകരണങ്ങൾ കൊണ്ട് ശരീരമാസകലം വരിഞ്ഞ് കീറി മുറിച്ച് പച്ചമാംസത്തിൽ കുത്തി കീറുമ്പോഴുണ്ടാകുന്ന വേദനയാൽ പുളയുന്ന ആ യുവാവിനോട് യാതൊരു കാരുണ്യം കാണിക്കാതെ ലോഷ്യനും ഫെവിക്കോളുമൊക്കെ ആ മുറിവുകളിലേക്ക് ഒഴിച്ച് അതിലെന്തോ ഒരു സുഖം കണ്ടെത്തി സന്തോഷ നിർവൃതിയിൽ ആയിത്തീരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥനകഥ നാം ഈ ദിവസങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും വായിക്കുകയും അറിയുകയും ചെയ്യുന്ന വിഷയമാണ്. ഇരയായിത്തീർന്ന യുവാവിന്റെ ഭാവി ഇരുളടഞ്ഞു. പ്രതികൾക്ക് തണൽ പിടിക്കുവാൻ കുടപിടിച്ചു കൊടുക്കുവാനെടുത്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇന്നത്തെ നാം ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന, പ്രത്യേകിച്ച് യുവലോകം ഫേസ് ചെയ്യുന്ന അപകടകരമായ ഒരു ദുരന്തത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നൂറ് പ്രതീക്ഷകളോട്, വലിയ പ്രതീക്ഷകളോട് തങ്ങളുടെ കുടുംബങ്ങളുടെ പ്രതീക്ഷ ഒക്കെ ചുമരിലേറ്റിക്കൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ വലിയ പ്രതീക്ഷയോട് പഠിച്ച് ഒരു നിലവാരത്തിലെത്തുവാൻ ആ നിലയിൽ പഠനശാലകളിലേക്കൊക്കെ വിടുന്ന മാതാപിതാക്കൾ ഈ നിലയാണ് തുടരുന്നതെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനത്തിലാണെന്ന് ഓർക്കണം. അതും കോട്ടയത്ത് ഒറ്റപ്പെട്ട നോർത്ത് ഇന്ത്യയുടെ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ നടന്ന സംഭവമല്ലിത്. റാഗിങ് നിരോധിച്ചിരിക്കുന്ന ഇടങ്ങളിലാണ് ഇത് ഭീകരമായി അതിന്റെ താണ്ഡവം ആടുന്നത്. അതിന് കാരണം ഏത് കൊടു ക്രൂരതയും ചെയ്യുവാൻ ഇന്നത്തെ തലമുറ മടിക്കുന്നില്ലെന്നുള്ളതാണ്. ആ നിലയിൽ അവരുടെ മനസ്സാക്ഷി മരവിച്ചു കഴിഞ്ഞു. എന്തിനേറെ 2025 ആരംഭിച്ചത് തന്നെ ദുരന്ത വാർത്തകളോടുകൂടിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. തന്നെ പറ്റി വളർത്തിയ, പോറ്റിപ്പുലർത്ത് കൂലിവേല ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു മാതാവിനെ 24 വയസ്സുകാരൻ ലഹരിക്കടിമപ്പെട്ട്, മയക്കുമരുന്നിനടിമപ്പെട്ട് 17 വെട്ടുവെട്ടി കൊല ചെയ്ത ക്രൂരമായ, ഭീകരമായ, പൈശാചികമായ ദുരന്തം നാം മറന്നിട്ടില്ലല്ലോ. എന്താണ് നമ്മുടെ സമൂഹത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞല്ലോ, സാക്ഷരതയില്ലാത്ത ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടക്കുന്ന വിഷയമല്ല. സാക്ഷരത സമ്പൂർണ്ണമായി കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. മനുഷ്യൻ ക്രൂരതയ്ക്ക് മടിക്കുന്നില്ല. ഏത് പൈശാചിക പ്രവൃത്തിയും ചെയ്യുവാൻ ഇന്നത്തെ തലമുറ മടിക്കുന്നില്ല. എന്തിനേറെ നാം വളരെ പലതിലും ഖ്യാതി പൂണ്ട സംസ്ഥാനമാണെങ്കിലും ഭയപ്പെടേണ്ട വിഷയം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളിൽ, മയക്കുമരുന്നുകളുടെ ഉപയോഗങ്ങളിൽ നമ്മുടെ രാജ്യത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. നമ്മുടെ കേരളത്തിന്റെ നിലവാരം എവിടെയായി എന്നുള്ളത് ശ്രദ്ധിക്കണം. 2021 സർക്കാർ കണക്കനുസരിച്ച് ലഹരി ഉപയോഗത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ എന്ന് പറയുന്നത് 5530 കേസുകളാണ്. 2022 ആയപ്പോൾ, ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ ലഹരി ഉപയോഗങ്ങളാൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ എന്ന് പറയുന്നത് 26,530 ആണ്.
അങ്ങനെയാണെങ്കിൽ 2024, 25 നടപ്പ് വർഷത്തെ കണക്കുകളോ? ഇത് ശ്രദ്ധിക്കണം. ഇത് സർക്കാർ പോലീസിന്റെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളാണ്. രജിസ്റ്റർ ചെയ്യാത്ത കേസുകൾ എന്തുമാത്രമുണ്ട്? 2024, 25 ആയപ്പോഴേക്കും ഇതിന്റെ നിലവാരം എത്രയധികം ഉയർന്നിരിക്കുന്നു. നാം ഭയപ്പെടണം. അതിഭീകരമായ നീരാളിപ്പിടുത്തം പോലെ ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും ഒരുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ കാർന്നു പിടിക്കുന്ന അപകടകരമായ നീരാളിപ്പിടുത്തമാണ് ഈ മയക്കുമരുന്നെന്ന് പറയുന്നത്. ഇതിന്റെ കണ്ണികളായി വർദ്ധിക്കുന്നത് വിദ്യാഭ്യാസമില്ലാത്തവരല്ല, വിവരമില്ലാത്തവരല്ല, വലിയ എഞ്ചിനീയേഴ്സായി, MBA-ക്കാരായി, മാസ്റ്റേഴ്സ് ബിരുദധാരികളായ പലരും അവരുടെ പഠനത്തോട് ബന്ധപ്പെട്ട് സുഹൃത്ത് ബന്ധങ്ങളിൽ സൗഹൃദത്തിനു വേണ്ടി തുടങ്ങിയ തുടക്കങ്ങളാണ്. വിട്ടാലും വിടാത്ത കരിമ്പടക്കെട്ട് പോലെ ഈ ലഹരിയുടെ ലോകത്തിൽ നിന്ന് ഒരു കാരണവശാലും രക്ഷപ്പെടുവാൻ കഴിയാതെ അതിനടിമകളായി, അതിൽ കുടുങ്ങി, അതിന്റെ കണ്ണികളായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം കൈവരിക്കേണ്ട അതിനുള്ള കലാശാലകൾ, അതിനുള്ള സ്കൂളുകൾ ഒക്കെ കേന്ദ്രീകരിച്ചാണ് കണ്ണുകൾ പോലെ ഇതിന്റെ ഏജന്റുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിപണി നടക്കുന്നത്, ബിസിനസ് നടക്കുന്നത് 2 മേഖലകളിലാണ്. ഒന്ന് പെട്രോളിനും പെട്രോൾ ഉൽപ്പന്നങ്ങളിലുമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യമായ വിപണി നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ആയുധ വ്യാപാരങ്ങളാണ്. ആയുധ വ്യാപാരങ്ങളുടെ കരാറുകളും അതിന്റെ ബന്ധങ്ങളും അതിന്റെ ബിസിനസ്സുമാണ് 2ാം സ്ഥാനത്ത് പ്രസിദ്ധി ആർജിച്ച് നിൽക്കുന്നത്. എന്നാൽ അതിനോട് ചേർന്ന് ഒട്ടും പിന്നിലാകാതെ 3ാം സ്ഥാനത്ത് പ്രബലപ്പെട്ട് നിൽക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് മയക്കുമരുന്നുകളുടെ ബിസിനസ്സാണ്. ഈ 1ഉം 2ഉം സ്ഥാനക്കാരെ പിന്തള്ളിക്കൊണ്ട് മയക്കുമരുന്നുകളുടെ വ്യാപാരം 1ാം സ്ഥാനത്തേക്ക് വരുവാൻ ഈ പോക്ക് പോയാൽ അധികം നാൾ വേണ്ടി വരത്തില്ല. ഞാൻ എന്തിനാണ് ഞങ്ങളിത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാക്ഷരതയുടെ പ്രശ്നമല്ല. നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ദൈവങ്ങളുടെ അഭാവമല്ല, ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രബുദ്ധതയില്ലായ്മയല്ല, ഇവിടെ സാംസ്കാരിക നായകന്മാർ കുറഞ്ഞതല്ല. പിന്നെ എന്താണ് പ്രശ്നം? ഭരണം പിണറായി സർക്കാരിൻ്റെതായതുകൊണ്ടല്ല ഈ നിലയിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിക്കുന്നത്. അവർ തങ്ങളാൽ കഴിയുന്ന നിലയിൽ പോലീസും സൈക്കാട്രിസ്റ്റും ഒക്കെ ചേർന്ന് ഇത് വേണ്ട സർക്കാർ തലത്തിൽ ബോധവൽക്കരണ സെമിനാറുകളും അതിന്റെ ക്ലാസുകളും സ്കൂളുകളിലും കോളേജുകളിലും സമൂഹത്തിന്റെ പല നിലകളിൽ നടന്നു വരികയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഒക്കാത്തൊരു കാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും പ്രായമുള്ള ആളുകൾ കവർനാത്തിട്ട് കച്ചവടം ചെയ്യുന്ന കഞ്ചാവിന്റെ കാര്യമല്ല, അത് കുഴപ്പമില്ലെന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്. എന്നാൽ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു പിള്ളേർ പോലും ഇതിന്റെ കണ്ണികളായി ബിസിനസ് ശൃംഖലകളിൽ വിരാജിക്കത്തക്കവണ്ണം ഇതിന്റെ ഭാഗമായി മാറുന്നു എന്ന് പറയുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ബാഗും തൂക്കി രാവിലെ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ വാസ്തവത്തിൽ ഈ മാതാപിതാക്കൾ ബാഗുകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലത്തിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം അവരറിയാതെയാണ് അവരിതിൽ പെടുന്നത്. ഒരു പ്രാവശ്യം ഇതിൽ പെട്ടുപോയാൽ പിന്നെ കരകയറുക എന്നുള്ളത് സാധാരണയല്ല, അത്ര സാധാരണമായൊരു വിഷയമാണ്. ഈ മാതൃകയാക്കുവാൻ, മോഡലാക്കുവാൻ ഇന്നത്തെ തലമുറ വെമ്പൽ കൊള്ളുന്നു. പലരും അനുകരണം ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഒരു വിഷയമാണ്. സാംസ്കാരിക സാമൂഹ്യ നായകന്മാരെയൊക്കെ അനുകരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ പലരും അനുകരിക്കാൻ കൊള്ളാത്ത കർത്തനിട്ട മുഖമാണ് പലരുടെയും ജീവിതം എന്നുള്ളത്. അതാണ് പച്ച നഗ്ന സത്യം എന്ന് പറയുന്നത്. അതാണ് ശരിയായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.
ഇന്ന് സമൂഹത്തിൽ പല സാംസ്കാരിക നായകന്മാരും പല നിലകളിൽ ഒക്കെ നിൽക്കുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നവർ കാര്യത്തോടടുത്ത് വരുമ്പോഴാണ് അറിയുന്നവരുടെ ശരിയായ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് അറിയുന്നത് ഇവർ അനുകരിക്കാൻ പറ്റിയവരല്ല, മാതൃകയാക്കുവാൻ പറ്റിയവരല്ല. ഞാനിതെന്താ പറയുന്നത് ചോദിച്ചാൽ, ഇന്നത്തെ യുവതലമുറ പോപ്പ് സംഗീത ലോകത്തിലെ താരചക്രവർത്തിയായി പ്രതിഷ്ഠിച്ചുയർത്തിയൊരു വ്യക്തിയുണ്ട്, മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ മരിച്ചിട്ട് നാളുകളായെങ്കിലും ഇന്നും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ആ മനുഷ്യൻ കടന്നുപോയത്. ഉത്തരം കിട്ടാത്തൊരു സമസ്യയായി തന്റെ ജീവിതം തുടരുകയാണ്. പോപ്പ് സംഗീത ലോകത്തിൽ പ്രകടനം നടത്തി ലോകത്തെ ആനന്ദ ലഹരിയിൽ യുവതലമുറയെ ആഘോഷത്തിന്റെ ഔന്നിത്യത്തിൽ എത്തിച്ച താരചക്രവർത്തി. എന്നാൽ ഈ മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് അടുത്തറിയാവുന്നവരൊക്കെ പറയുന്ന കേട്ടാൽ വലിയ ദുരന്തകഥയാണ്, ഭീകരകഥയാണ്. 50 വർഷത്തെ തന്റെ ജീവിതത്തിൽ 20 വർഷവും ലഹരി ഉപയോഗിക്കാതെ, മയക്കുമരുന്ന് ഉപയോഗിക്കാതെ ഈ മനുഷ്യന് ജീവിക്കുവാൻ കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത്. വേദന സംഹാരികൾ 3 നേരവും ആ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്താണ് ഈ മനുഷ്യൻ കഴിഞ്ഞിരുന്നത്. മയക്കുമരുന്നുകളുടെ അമിതമായ ഉപയോഗമാണ് ഈ മനുഷ്യനെ മരണത്തിൽ കൊണ്ടെത്തിച്ചത് എന്നാണ് തന്റെ ശുശ്രൂഷിച്ച ഡോക്ടേഴ്സ് ഒടുവിലായി പറഞ്ഞിരിക്കുന്നത്. തന്റെ കറുത്ത മുഖവും തൊക്കുമൊക്കെ വെളുപ്പിക്കുവാൻ വേണ്ടി പല പ്രാവശ്യം പ്ലാസ്റ്റിക് സർജറി നടത്തിയതിന്റെ ഫലമായി ത്വക്ക് ക്യാൻസർ തന്നെ ബാധിച്ചിരുന്നു. തീർന്നില്ല, ഈ മനുഷ്യൻ മരിക്കുമ്പോൾ ഒട്ടിയ വയറുമായി ആ ശരീരത്തെ അനാലിസിസ് ചെയ്ത് പഠിച്ച ഡോക്ടേഴ്സ് പറയുന്നത് ഭക്ഷണത്തിന്റെ ഒരു അംശം പോലും ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന്. അത്രത്തോളം അപകടകരമായ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് ജീവിച്ചിരുന്ന ഈ മനുഷ്യൻ ഒടുവിൽ കടക്കണിയിൽ പെടുമ്പോൾ 200-ൽ പരം സംഘാംഗങ്ങളും ടൺകണക്കിന് സംഗീത സാമഗ്രികളുമായി ഒടുവിലായി ഈ കടക്കണിയിൽ നിന്ന് ഈ മനുഷ്യൻ കരകയറുവാൻ പ്ലാൻ ചെയ്തിരുന്ന ഒരു സ്റ്റേജ് ഷോയുണ്ട്. അതിന്റെ പേരാണ് ദ ഫൈനൽ കർട്ടൻ, ഒടുവിലത്തെ തിരശ്ശീല. പ്രിയമുള്ളവരെ, സംഭവിച്ച വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ ഫൈനൽ കർട്ടൻ എന്ന ഈ സ്റ്റേജ് ഷോയിലേക്ക് കയറുന്നതിന് മുൻപ് തന്റെ ജീവിതത്തിൽ കർട്ടൻ വീണു എന്നുള്ളതാണ് സത്യം. അനുകരിപ്പാൻ പറ്റിയ വ്യക്തിയല്ല. സാംസ്കാരിക നായകന്മാർ എന്ന് കരുതുന്ന പലരും അവരുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ മാതൃകയാക്കുവാൻ പറ്റിയവരല്ല. ഒരിക്കൽ ആരോ പറഞ്ഞതുപോലെ കവിക്ക് കവിത വരണമെങ്കിൽ കഞ്ചാവടിക്കണം പോലും. അങ്ങനെ ഒരു കാലത്തിലേക്കൊക്കെ വന്നിരിക്കുക. ഇന്ന് കാണുന്ന പലരും അവരുടേതായ നിലകളിൽ പെർഫോം ചെയ്യണമെങ്കിൽ മയക്കുമരുന്നുകൾ കാര്യമായി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്ന നിലയിലേക്കാണ് കാര്യം വന്നിരിക്കുന്നത്. ഇവിടെ ആരുണ്ട് അനുകരിപ്പാൻ, മോഡൽ എന്ന് പറയാൻ, മാതൃകയാക്കുവാൻ? ഇന്നത്തെ യുവതലമുറ പ്രതീക്ഷിക്കുന്നത്, നോക്കുന്നത് തിയറിക്കപ്പുറം മാതൃകയാണ്, മോഡലാണ്. ആരുണ്ട് മോഡൽ എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞു വരുന്നതിന്റെ വിഷയം വിഷലിപ്തമായ, ഏറ്റവും അപകടകരമായ, നമ്മുടെ സമൂഹത്തെ കാർന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതം പോലെ ഉള്ള ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, മോചനം പ്രാപിപ്പാൻ, മോക്ഷം പ്രാപിപ്പാൻ, പരിഹാരം നേടുവാൻ എന്താണ് പര്യാപ്തമായ മാർഗം? ഇവിടെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തിന്റെ പ്രസക്തി. എന്റെ പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞു വരുമ്പോൾ അതിന് മറ്റൊരു ഭാഗം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇരുൾ കനപ്പെടുന്നത് പോലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങളെയും ഒക്കെ പുറകെ നിർത്തിക്കൊണ്ട് ഒരു കാലത്ത് അവയ്ക്കൊക്കെ അടിമപ്പെട്ട് വർണ്ണവിവേചനവും വർഗവിവേചനവും
ആ നിലയിലും അയിത്തങ്ങളും കാര്യങ്ങളും ജാതീയ വിവിധകരമായ വൈവിധ്യങ്ങളും ഒക്കെ ആ നിലയിൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു തലമുറ നമുക്ക് മുൻപുണ്ടായിരുന്നു. എന്നാൽ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എല്ലാം പടിക്ക് പുറത്താക്കി സാക്ഷരത വന്നു കഴിഞ്ഞപ്പോൾ സാംസ്കാരികമായി ഉയർച്ച പ്രാപിച്ചു എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ കാലത്ത് നമ്മുടെ ഈ കേരളം വീണ്ടും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ജ്യോത്സ്യങ്ങൾക്കും മന്ത്രവാദങ്ങൾക്കും ഒക്കെ വീണ്ടും അടിമപ്പെട്ടു പോകുന്നു എന്ന് ഭയപ്പെടുന്ന ഒരു കാലത്താണ് നാം വന്നിരിക്കുന്നത്. നമുക്കറിയാം, പാലക്കാട് നെന്മാറ എന്ന് പറയുന്ന സ്ഥലത്ത് കൊലക്കേസ് പ്രതിയായ ഒരു മനുഷ്യൻ പരോളിൽ ഇറങ്ങിയിട്ട് താൻ ചെയ്തതിന്റെ ക്രൂരമായ കൃത്യം നാം മറന്നില്ലല്ലോ. 75 വയസ്സുള്ള പ്രായമുള്ള ഒരു മാതാവിനെയും 54 വയസ്സുള്ളവരുടെ മരുമകനെയും നിഷ്കരുണം വെട്ടി കൊല ചെയ്ത വാർത്ത നാം ഭയത്തോടാണ് കേട്ടത്. ഇദ്ദേഹം ജയിലിൽ പോകാൻ കാരണമായത് ഈ 54 വയസ്സുകാരന്റെ ഭാര്യയെ കൊല ചെയ്തതാണ്. ആ കുടുംബത്തെ മുഴുവൻ കൊലക്കത്തിയിൽ ആ മനുഷ്യൻ തീർത്തു. അതിന് കാരണമായത് പഠിച്ചപ്പോഴാണ്, വായിച്ചപ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ അതിൽ ജിജ്ഞാസ വർദ്ധിക്കുവാൻ കാരണമായത്. എന്തുകൊണ്ട് താൻ ഇത് ചെയ്തു എന്നുള്ളതിന്റെ വിഷയം, ഈ കൊല ചെയ്ത മനുഷ്യന്റെ ഭാര്യ തന്നിൽ നിന്ന് പിണങ്ങിപ്പോയി ചില നാളുകൾക്ക് മുൻപ്. അതിന് കാരണം തൻ്റെ അയൽവാസിയായി താൻ ആദ്യം കൊല ചെയ്ത ആ സ്ത്രീയുടെ മന്ത്രവാദമാണ് അതിന് കാരണമെന്ന് താൻ മന്ത്രവാദം ചെയ്തപ്പോൾ തന്നോട് തന്നെ മന്ത്രവാദി പറഞ്ഞെന്ന്. എന്തോ ഒരു വിരോധാഭാസമാണ്. ശ്രദ്ധിക്കണം, തന്റെ മന്ത്രവാദി തന്നോട് പറഞ്ഞിരിക്കുന്നു തന്റെ അയൽവാസി ആഭിചാരം ചെയ്തതിന്റെ ഫലമാണ് തന്റെ കുടുംബം തകരാറിടയായത്. അതുകൊണ്ട് ആ കുടുംബത്തെ ഒരെണ്ണത്തെ പോലും ഭൂമിയുടെ മുഖത്ത് വെക്കാൻ തയ്യാറാകാതെ എല്ലാത്തിനെയും കൊല്ലുവാൻ ഈ മനുഷ്യൻ തീരുമാനിച്ചു. എന്തോ ഒരു ഭീകരത, എന്ത് അന്ധവിശ്വാസങ്ങൾ, എന്ത് അനാചാരങ്ങൾ! മന്ത്രവാദത്തിന്റെ പിടിയിൽ, ആഭിചാരങ്ങളുടെ പിടിയിൽ, ജ്യോത്സ്യങ്ങളുടെയും അതിന്റെയൊക്കെ പിടിയിൽ വീണ്ടും നമ്മുടെ കേരളം വരികയാണ്. ഇതൊക്കെ സാധാന്യമല്ലേ? ഇതൊക്കെ പൈശാചികമല്ലേ? ഇത് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവം നമുക്ക് വിസ്മരിക്കുവാൻ കഴിയത്തില്ല. ജന്മം കൊടുത്ത പിതാവിനെ ഒരു MBBS-കാരൻ നിഷ്കരുണം വെട്ടി കഴുത്തറുത്ത വാർത്ത എത്ര ഭീകരതയോടാണ് നാം കേട്ടത്. വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ? വിവരമില്ലാത്തത് കൊണ്ടാണോ? അറിവില്ലാത്തത് കൊണ്ടാണോ? എന്താ സംഭവിച്ചത്? MBBS പഠിച്ച മാന്യമായ വിദ്യാഭ്യാസമുള്ള ഒരു യുവാവാണ് ഈ പ്രവൃത്തി ചെയ്തതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞു വന്ന വിഷയമെന്ന് പറയുന്നത് അത്രയ്ക്ക് ഭീകരമായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പിടിയിലമർന്ന് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയാതെ വണ്ണം ബോധം നഷ്ടപ്പെട്ട ഏത് നീചപ്രവൃത്തിക്കും മടിക്കാത്ത ഒരു കാലത്തിലേക്ക് നമ്മുടെ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസമില്ലാത്തതല്ല വിഷയം, ഇവിടെ പാർട്ടികൾ കുറഞ്ഞതല്ല വിഷയം, ഇവിടെ സംസ്കാരമില്ലാത്തതല്ല വിഷയം. പിന്നെ എന്താണ് പ്രിയമുള്ളവരെ വിഷയം? നമ്മുടെ കേരളത്തിന് എന്താണ് സംഭവിച്ചത്? നമ്മുടെ നാടിന് എന്താണ് സംഭവിച്ചത്? അതിന്റെ ഭീകരത നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അപകടകരമായ ഒരു വിഷയത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. എന്താണ് ഇതിനുള്ള പ്രതിവിധി എന്നുള്ളത് ഓർപ്പിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ചില നാളുകൾക്ക് മുൻപ് ഇവിടെ തിരുവല്ലയിൽ കരിക്കൻവില്ല കൊലക്കേസ് എന്ന് പറയുന്ന മദ്രാസിലെ മോൻ റെന്നി ജോർജ് എന്ന് പറയുന്ന ഒരു യുവാവ് വിദേശ കൂട്ടാളികളുമായി മയക്കുമരുന്നിന് അടിമപ്പെട്ട് നിഷ്കരുണമായി തന്റെ വലിയപ്പച്ചനെയും വലിയമ്മയും കൊല ചെയ്തൊരു വാർത്ത. അതാണ് മദ്രാസിലെ മോൻ എന്ന പേരിൽ ഒരു സിനിമ നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങോളം ഇങ്ങോളം ഓടിയത്. അതിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് മയക്കുമരുന്നിന് അടിമപ്പെട്ട യുവാക്കൾ പണം ധാരാളം കയ്യിലുണ്ടെന്നുള്ള വ്യാമോഹത്താൽ അവരുടെ ഗ്രാൻഡ് പേരൻസിനെ വകവരുത്തിയ ആ നിഷ്കരുണമായ പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ
300 കേസിലെ പ്രതിയായ മുഹമ്മദ് ചന്ദ്രൻ ചെറുപ്രായത്തിലെ പിതാവും മാതാവും മരിച്ചു. ചിറ്റപ്പന്റെ ചിറ്റമ്മയുടെ സംരക്ഷണയിൽ വളർന്നു വന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയം മോഷണം ഒരു വിഷയമായി കണ്ടെത്തി. ഒടുവിൽ പഠിക്കേണ്ടതിന് പകരം അവൻ കള്ളനായി മോഷ്ടിക്കാൻ പഠിച്ചു. അറിയപ്പെടുന്ന ഒരു പിടികിട്ട പുള്ളിയായി. ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ 300 കേസിൽ ഒരു പ്രതിയായിട്ടാണ് ചന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ വിഷയം, ഈ നിലയിൽ മയക്കുമരുന്ന് അടിമപ്പെട്ട് സമൂഹത്തിൽ നിഷ്കരുണ പ്രവൃത്തികൾക്ക് വിധേയരായി തകർന്ന ജീവിതത്തിന് ഉടമകളായി തീർന്ന ഈ വ്യക്തികൾ ഇന്ന് ഉത്തമ പൗരന്മാരായി സമൂഹത്തിൽ ജീവിക്കുകയാണ്. എന്തിനേറെ വെള്ളത്തൂവൽ സ്റ്റീവൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാം. ഒരുപാട് കേസിലെ പ്രതിയായി വിപ്ലവകരമായ പ്രവൃത്തികൾക്ക് വേണ്ടി ജീവൻ ഹോമിച്ച വ്യക്തി. എന്നാൽ ഈ വ്യക്തി ഇന്ന് സുവിശേഷത്തിന്റെ പിടിയിലമർന്ന് അവരൊക്കെ സമൂഹത്തിൽ ഉത്തമ പൗരന്മാരായി ജീവിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഇവിടെ സെമിനാറുകൾ എടുത്തതുകൊണ്ടോ ബോധവൽക്കരണം നടത്തിയത് കൊണ്ടോ ഇതെല്ലാം വേണ്ടെന്നല്ല, ഇതെല്ലാം നല്ലത് തന്നെ. എന്നാൽ പ്രിയമുള്ളവരെ, ഇതുകൊണ്ടൊന്നും ഒതുങ്ങുന്നതല്ല സമൂഹത്തിൽ ഇന്ന് ഫേസ് ചെയ്യുന്ന ഈ തിന്മയുടെ സ്വാധീനങ്ങൾ എന്ന് പറയുന്നത്. കാരണം മനുഷ്യരിൽ കടന്നുകൂടിയ പാപമാണ് ഇതിന്റെ എല്ലാം ഏക കാരണമായി തീർന്നത്. പാപത്തിന്റെ പരിഹാരം എന്തെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കണ്ടെത്തുന്നതിലൂടെ മാത്രമേ മനുഷ്യനിൽ കുടികൊള്ളുന്ന ഈ പാപ സ്വഭാവത്തിൽ നിന്ന് വിമുക്തി നേടുവാൻ കഴിയുകയുള്ളൂ. അവൻ രക്ഷപ്പെടുവാനുള്ള വഴി, നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കപ്പെടുവാൻ, ലഹരിയിൽ നിന്നും വിടുതൽ നേടുവാൻ, മദ്യപാനത്തിൽ നിന്ന് രക്ഷ നേടുവാൻ, പാപവഴികളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ, മനുഷ്യന്റെ നിഷ്ഠൂര പ്രവൃത്തികളിൽ നിന്ന് കരകയറുവാൻ ഏക പരിഹാര മാർഗം ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ്. കാരണം യേശു ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് ചരിത്ര സത്യമാണ്. അത് ഊഹാഭോഗമല്ല സ്നേഹിത, ഇത് ഐതിഹ്യമല്ല, ഇതൊരു മതത്തിന്റെ പ്രഭാഷണമല്ല. മനുഷ്യരിൽ കുടികൊള്ളുന്ന ഏത് തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ഏത് പാപത്തിന്റെ പ്രവൃത്തികളിൽ നിന്നും രക്ഷപ്പെടുവാൻ, മോചനം പ്രാപിക്കുവാൻ ഉള്ള പരിഹാര മാർഗമെന്ന് പറയുന്നത് മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപ സ്വഭാവത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്. ഈ പാപത്തിന്റെ പരിഹാരമായി അതിനുള്ള പ്രതിവിധി എന്താണ്? അതിനുള്ള പ്രതിവിധി? അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്ത് ചെയ്യണം? അതിനുള്ള രക്ഷയ്ക്കുള്ള വഴി എന്ന് പറയുന്നത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് സാക്ഷാൽ ദൈവം മനുഷ്യാവതാരമെടുത്ത് ഈ ലോകത്തിലേക്ക് താണിറങ്ങി വന്നു. 20 നൂറ്റാണ്ടായി ലോകത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്ന നസ്രയനായ യേശുവാണ്. ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനുമൊക്കെ അധീനനായി തങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ജീവിതം സായുധമാക്കുവാൻ, ജീവിതം അർത്ഥവത്താക്കി തീർക്കുവാൻ, പാപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ, മോചനം പ്രാപിപ്പാൻ മനുഷ്യൻ കണ്ടെത്തിയ രക്ഷയ്ക്കുള്ള ഏക വഴി അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിന്റെ ക്രൂശുമരണം മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള ദൈവികമായ രക്ഷാ പദ്ധതിയായിരുന്നു. പാപത്തിനുള്ള ഏക പരിഹാര മാർഗമായിരുന്നു. പ്രിയ സ്നേഹിതരെ, ഞങ്ങളിത് വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളായി ഉപയോഗിക്കരുതെന്നും കഴിക്കരുതെന്നും കുടിക്കരുതെന്നും ഇനി തുടരുതെന്നും ശപഥം ചെയ്ത ഈ മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം, രക്ഷ നേടുവാൻ കഴിയാതെ വണ്ണം വീണ്ടും അതിലേക്ക് തന്നെ തുടരുന്ന ആ മനോഭാവം എന്ന് പറയുന്നത് നിങ്ങളിൽ കുടികൊള്ളുന്ന പാപ സ്വഭാവമാണ്. ആ പാപ സ്വഭാവത്തിൽ നിന്നുള്ള മോചനത്തിന് ഉള്ള ഏക പ്രതിവിധിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത്. യേശു ഒരു പ്രത്യേക മതത്തിന്റെ ദൈവമല്ല, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ദൈവമല്ല. വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും
നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയ സ്നേഹിതരെ, ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ആയിരുന്നല്ല യേശു മരിച്ചത്. യേശു ഈ ഭൂമിയിൽ വന്നു, യേശു മരിച്ചു. എനിക്ക് മുൻപ് എന്റെ സ്നേഹിതൻ പറഞ്ഞതുപോലെ യേശു മരിച്ചു എന്നും യേശു ഈ ഭൂമിയിൽ വന്നു എന്നും അവിടുത്തെ മരണം, അവിടുത്തെ ജീവിതം, അവിടുത്തെ ഉത്ഥാനം ഇത് ലോകത്തിൽ ആർക്കും പകരം വെക്കുവാനില്ലാത്ത ഉത്തമ ഉദാഹരണമാണ്, ഉദാത്ത മാതൃകയാണ്, സകല ലോകത്തിന്റെയും പ്രതീക്ഷയാണ്. പാപിയായ മനുഷ്യന്റെ പാപത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് ഏക പരിഹാരമാർഗം. നിങ്ങളതിന് വില മുടക്കണ്ട, നിങ്ങളതിന് മറ്റു ത്യാഗപ്രവൃത്തികളൊന്നും ചെയ്യണ്ട. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് യേശുവിന്റെ ക്രൂശുമരണത്തെ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. കർത്താവായ യേശുവിന്റെ ക്രൂശുമരണം പാപിയായ മനുഷ്യന്റെ പാപത്തിനുള്ള പരിഹാരമാർഗമെന്ന് ഹൃദയംഗമായി ഏതൊരു വ്യക്തി എവിടെയിരുന്ന് ഹൃദയംഗമായി വിശ്വസിച്ചിട്ടുണ്ടോ, യേശുവിന് വേണ്ടി ആ ജീവിതം സമർപ്പിച്ചിട്ടുണ്ടോ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി അവരെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് യേശു ക്രിസ്തുവിന്റെ ക്രൂശമരണം വിശ്വാസത്താൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം പരാജയമല്ല, അവന്റെ ജീവിതം വിജയമാണ്. അവന്റെ ജീവിതം ഇഹത്തിലും പരത്തിലും അത് സന്തോഷദായകമാണ്. സ്നേഹിതരെ, ജീവിതം ഒന്നേ ഉള്ളൂ, അത് വേഗം തീരും. എപ്പോഴാണ്, എവിടെയാണ്, അവൻ ആരാണ് ഒന്ന് പറഞ്ഞുകൂടാ. 90 വയസ്സുള്ള ഗ്രാൻഡ് മദർ, വല്യപ്പച്ചൻ, വല്യമ്മച്ചിമാര് ഇരിക്കുമ്പോഴാണ് കൊച്ചുമക്കൾ മരണപ്പെടുന്നത്. പോന്ന പോക്കിലോ വരുന്ന വരവിലോ ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ ആർക്കറിയാം? കാരണം ഗ്യാരണ്ടി തരാൻ ആർക്കും ആവില്ലല്ലോ. ഇത്രകാലം ജീവിച്ചിരിക്കുമെന്ന് ആർക്ക് പറയാൻ കഴിയും? സൃഷ്ടിതാവായ ദൈവത്തിനല്ലാതെ ജീവന്റെ മേൽ അധികാരം മറ്റാർക്കുമില്ലല്ലോ. ആകയാൽ എന്റെ സ്നേഹിതരെ, നിങ്ങൾ ഒരുപക്ഷെ നാളെ ഇത് കേൾക്കണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആയുസിന്റെ ഒടുവിലുള്ള സന്ദേശമാകാം ഇത്. ഇത് ലോകത്തിലെ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ സന്ദേശമാണെന്ന് പറയുമ്പോൾ തന്നെ സ്നേഹിത, വ്യക്തിപരമായി താങ്കളോടുള്ള ദൈവത്തിന്റെ ആലോചനയാകാം, നിങ്ങളോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാകാം, ആർക്കറിയാം? സകലത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ജീവനുള്ള ഒരു ഏക സത്യ ദൈവമുണ്ട്. ആ ദൈവം മനുഷ്യാവതാരമെടുത്ത് ലോകത്തിലേക്ക് വന്നു. ആ ദൈവം മാനവജാതിയുടെ പാപത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്നു. ആ ദൈവം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനുള്ള പരിഹാരമാർഗമാണ്. ആ ദൈവമാണ് മനുഷ്യനെ രക്ഷയ്ക്കുള്ള ഏക പര്യാപ്ത മാർഗം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട്, ഈ സത്യം അംഗീകരിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ഞങ്ങൾ നിങ്ങളുടെ സന്ദേശം അവസാനിപ്പിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഒരു നിമിഷം എല്ലാവരും നിങ്ങളുടെ കണ്ണുകളടയ്ക്കാം. കൊയർ ദയവായി മുന്നോട്ട് വരാം. ഒരുമിച്ച് നാം ചേർന്ന് യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു എന്ന ആ കോറസ്, ആ പാട്ട് നാം ഒരുമിച്ച് പാടി കർത്താവിനെ നാം അല്പസമയം മഹത്വപ്പെടുത്തി അനന്തരം പ്രാർത്ഥിച്ച് ഇവിടെയുള്ള ശുശ്രൂഷകൾ അവസാനിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, അവൻ യേശു ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. കർത്താവായ യേശു വേഗം വരുന്നു. അവൻ ജീവിതം ഒന്നേ ഉള്ളൂ, അത് വേഗം തീരും. അവൻ സമൂഹത്തിൽ നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, സമൂഹം ദുഷിക്കുന്ന പാപവടികളിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, അനാശാസ്യ മാർഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ, മോചനം പ്രാപിപ്പാൻ, ഇതല്ലാതെ രക്ഷയ്ക്ക് വേറെ വഴിയില്ല. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടേണ്ടതിന് ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണ് അവിടുന്ന് മരിച്ചത്. അങ്ങയുടെ ഒരു പൈതലാക്കി എന്നെ തീർക്കണമേ. ആര് ഹൃദയംഗമായി, ആത്മാർത്ഥമായി, അനുതാപത്തോട്, പാപബോധത്തോട് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഹൃദയംഗമായി യേശുവിനോട് പ്രാർത്ഥിക്കുമോ, അവൻ യേശുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ മതിയായതാണ്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. സ്നേഹിത,
മദ്യത്തിനും മയക്കുമരുന്നിനും അനാശാസ്യ വഴികളിലും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. ജീവിതം വിലയേറിയതാണ്. നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തൊരു ദൈവമുണ്ട്. യേശു നിങ്ങളെ വിളിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുവിലേക്ക് വരിക. അതിനായി സർവകൃപാലുവായ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. സന്ദേശം ശ്രമിച്ച ഏവരെയും സർവകൃപാലുവായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. മാമൻ മദ്യവിമുക്തിയുള്ള ആമൻ മോചനമുള്ള, ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്ന, യേശുവിലൂടെ പരിഹാരം പ്രാപിച്ച് പാപമോചനം പ്രാപിച്ച് ജീവിതം സാക്ഷാത്താക്കി തീർക്കുവാൻ, അർത്ഥപൂർണമാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കൊയറിനോടൊപ്പം ചേർന്ന് കരങ്ങളടിച്ച് ഈ പാട്ടിന്റെ അടികൾ നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുക്രിസ്തുവിൽ ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശുക്രിസ്തുവിൽ ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താരിനി വേഗം വരും രാജരാജനായി മാറിയുക. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൽ കോടതര വിഷപ്പല്ലു തകർന്നാകയാ. മരണത്തിൽ കോടതര വിഷപ്പല്ലു തകർന്നാകയാ. തിരികെയും ഭയമിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നിത്യവാസവൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. നിത്യവാസവൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി വിണ്ണീരവിളിച്ചെത്തുന്ന നാളുകളിൽ നീല കാത്തിരുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 ഈ 2 മണിക്കൂർ സമയങ്ങളോളം വളരെ ക്ഷമയോടെ സ്നേഹത്തോടെ ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദേശനിവാസികളോടും പ്രത്യേകാൽ നന്ദി ഈ സമയം അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിപ്പാൻ ഇടയായി തീരട്ടെ. ഇവിടെ അടുത്ത് ഈ ചന്ദ്രിക എന്ന് പറയുന്ന പ്രകാശ് എന്ന് പറയുന്ന ചേട്ടന്റെ ഭവനത്തിൽ വെച്ച് സൺഡേയിൽ രാവിലെ 10 മുതൽ 12 വരെയും ആരാധനയും പാട്ടും പ്രാർത്ഥനയുമുണ്ട്. ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യമുള്ളവർ ഈ സൺഡേയിലുള്ള രാവിലെയുള്ള പ്രയറിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നിങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് നന്ദി പറയുവാനായി തിമോത്തിയെ ക്ഷണിക്കുന്നു. ദൈവത്തിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഇന്ന് ഇത്രയും പേർക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് മയക്കുമരുന്നിനും മദ്യത്തിനും വിരുദ്ധമായി ബോധവൽക്കരണ ഒരു സന്ദേശയാത്ര
തൃശ്ശൂർ നെല്ലിക്കുന്ന് IPC മാനുവൽ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ പ്രദേശത്ത് കടന്നു വരുവാൻ ദൈവം സഹായിച്ച കൃപകളെ ഓർത്ത് ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷത വഹിച്ച ഇവാഞ്ചലിസ്റ്റ് ജോയ് ജോസഫിനോടുള്ള നന്ദിയെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പെരിങ്ങാവ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കർത്തദാസൻ TK മനോജിനോട്, അദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ക്രമീകരിച്ച് തന്നത്. അദ്ദേഹത്തിനോടുള്ള നന്ദിയെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ മുഖ്യ സന്ദേശം നൽകിയ ഞങ്ങളുടെ സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ ഷാജിമോൻ K അവരോടുള്ള നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ തന്നെ മനോഹരമായ ഗാനങ്ങൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായ ഈ പ്രൈസ് മ്യൂസിക് എന്ന ഗാന ശുശ്രൂഷ നടത്തിയവരെ ഓരോരുത്തരെയും ഓർത്ത് നന്ദി പറയുന്നു. അതുമാത്രമല്ല, ഇവിടെ അടുത്ത് PP ജേക്കബ് എന്ന് പറയുന്ന ഒരു സഹോദരൻ നമുക്ക് ചായയും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ പോകണം. ആ സഹോദരനെയും കുടുംബത്തെ ഓർത്തും നന്ദി പറയുന്നു. അതിലുപരിയായി ദൈവം ഈ ദേശത്തെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ സന്ദേശം ഇത്രയും നേരം കർത്താവ് സൗമ്യതയോടെ ഞങ്ങളെ കേട്ട് ശ്രവിച്ച എല്ലാ നാട്ടുകാരോടുമുള്ള നന്ദിയെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വാക്യം നന്ദി വിരമിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ എക്സാമിൻ്റെ സമയമാണ്. നേരത്തെ നമ്മുടെ ഒരു മാന്യ സഹോദരൻ ഓർപ്പിച്ചതാണ്. നമ്മളതിൽ ബോധവാന്മാരാണ്. ഈ എക്സാം എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടെ നാം ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവസരമെടുക്കുകയാണ്. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണല്ലോ. അവരുടെ ആനുവൽ എക്സാം നന്നായി എഴുതാൻ ദൈവം അവരെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രിയ ജോർജാനെ ഇപ്പോൾ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് അടിയങ്ങൾ സ്തുതിക്കുകയാണ്. കർത്താവിനെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ സഭായോഗമായിട്ട് അടിയങ്ങൾക്ക് കൂടി വരുവാൻ എല്ലാ കർത്താവ് അടിയങ്ങൾക്ക് അവസരങ്ങളെ ഒരുക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. തുടർന്ന് കർത്താവെ വൈകിയ വേളയിൽ ഈ പ്രദേശത്തെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ ഘോഷിപ്പാട്ടപ്പോണം കർത്താവെ ദൈവദാസന്മാരെ എടുത്ത് ഉപയോഗിച്ചതിനായിട്ട് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. കർത്താവെ ദേശം ഹല്ലേലൂയ കർത്താവെ വിടുവിച്ചേരണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മേലെ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണെന്ന് ഈ ദേശത്ത് വെളിച്ചറിയിപ്പാൻ തക്കവണ്ണം കർത്താവ് അടിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനായിട്ട് നന്ദി പറയുകയാണ്. ഈ വചനം കേട്ടവരെയെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. കർത്താവെ നാളെ ഈ തുടർന്ന് കർത്താവെ പരീക്ഷകളില് ആയി പഠിക്കുന്ന മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പഠന വിഷയങ്ങൾ അനുഗ്രഹമാക്കി തരണമേ എന്ന് അടിയറങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശത്ത് ആരെങ്കിലും കർത്താവെ മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളിലായിരിക്കുന്നെങ്കിൽ അവരെല്ലാം ഈ വചനം കേട്ട് കർത്താവ് അവരെല്ലാം വിടിവിക്കുമാറാകണമെന്ന് അടിയറങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടുത്തെ കർത്താവെ എല്ലാ പ്രവർത്തന മേഖലകളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്താം. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശു ക്രിസ്തു രാജാധി രാജാവായി യേശു ക്രിസ്തു രാജാധി രാജാവായി നീ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ അഖില ലോക രക്ഷിതാവായ ഈശോ മശിഹായിക്ക് അഖില ലോക രക്ഷിതാവായ ഈശോ മശിഹായിക്ക് വന്നവനും വീണ്ടും വരുന്നവനുമായ ഈശോ മശിഹായിക്ക് വന്നവനും വീണ്ടും വരുന്നവനുമായ ഈശോ മശിഹായിക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിന്റെ ഏക ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൂട്ടായി മേക്കാറുണ്ട്. നാം ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളാണ്. തലമുറയ്ക്ക് ഇവരോടും ഈ സന്ദേശം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് മുതലേക്കും കർത്താവിന്റെ മടങ്ങി വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.